Find the value of the quadratic polynomial 7s square minus 4s plus 6. ഈ ക്വാഡ്രേറ്റിക് പോളിനോമിയലില് എസിന്റെ പ്ലേസിൽ 0 ആണെങ്കിൽ വാല്യൂ എന്തായിരിക്കും? 7s സ്ക്വയർ മൈനസ് 4s പ്ലസ് 6. ഇനി നമ്മൾ എസിന്റെ പ്ലേസിൽ 0 കൊടുക്കാൻ പോവാണ്. 7 into 0 square minus 4 into 0 plus 6. 7 into 0 square. 0 square എന്ന് വെച്ചാൽ 0 ആണ്. ഇനി ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0 തന്നെ. അപ്പൊ 7 into 0 square എത്രയായി? 0 minus 4 into 0 0 plus 6. So answer 6. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ s equal to -3 ആണെങ്കിൽ ഈ പോളിനോമിയൽ എത്രയായിരിക്കും? അപ്പൊ 7s സ്ക്വയർ മൈനസ് 4s പ്ലസ് 6. എസിന്റെ പ്ലേസിൽ -3 കൊടുത്തിട്ട് സോൾവ് ചെയ്യണം. 7 into -3 square minus 4 into -3 plus 6. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇൻറ്റു ഉള്ള ടേംസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുക. സോ ആൻസർ 7 into -3 square. -3 square എത്രയാണ്? 3ന്റെ സ്ക്വയർ 9. ഇനി നെഗറ്റീവിന്റെ സ്ക്വയർ ചെയ്താൽ പോസിറ്റീവ് ആയി. അതായത് 7 into +9 മീൻസ് 7 into 9. ഇനി ഇവിടെ 4 into 3. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 3 മൾട്ടിപ്ലൈ ചെയ്താൽ 12. ഇനി ഇവിടെ 2 നെഗറ്റീവ് ആണ്. 2 നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവ് ആയി. സോ പോസിറ്റീവ് 12 പ്ലസ് 6. 7 into 9 എത്രയാണ്? 63 പ്ലസ് 12 പ്ലസ് 6. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അതായത് 63 പ്ലസ് 12 പ്ലസ് 6 ആഡ് ചെയ്താൽ 81. ഓക്കെ. തേർഡ് സബ് ക്വസ്റ്റ്യൻ s is equal to 4 ആണെങ്കിൽ പോളിനോമിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ 7s സ്ക്വയർ മൈനസ് 4s പ്ലസ് 6. ഇനി 7 into എസിന്റെ പ്ലേസിൽ 4 കൊടുക്കാം. 4 സ്ക്വയർ മൈനസ് 4 into വീണ്ടും എസിന്റെ പ്ലേസിൽ 4 തന്നെ പ്ലസ് 6 ഈക്വൽ ടു 7 into 4 സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ 16 മൈനസ് 4 into 4 16 പ്ലസ് 6 ഈക്വൽ ടു 7 into 16 112 മൈനസ് 16 പ്ലസ് 6. ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. 16ഉം 6ഉം രണ്ടും ഡിഫറെന്റ് സൈൻസ് അല്ലേ? 16ന്റെ സൈൻ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പൊ ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 16ഉം 6ഉം സബ്ട്രാക്ട് ചെയ്താൽ 10. ഇനി ലാർജ് നമ്പറിന്റെ സൈൻ എഴുതണം. ലാർജ് നമ്പർ 16, അതിന്റെ സൈൻ നെഗറ്റീവ്. ഓക്കെ. അപ്പൊ 112 മൈനസ് 10 ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 102 ആൻസർ കിട്ടും.